മലപ്പുറം ആനങ്ങാടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച പ്രതിയെ പിടികൂടാത്തിയ പോലീസുകാർക്ക് മർദ്ദനം. ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖാണ് ആക്രമിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരപ്പനങ്ങാടി CI അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് യുവാവ് മർദ്ദിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ദൃശ്യങ്ങളടക്കം ഇതിന്റെ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ കേസിന്റെ ഒരു രീതി? ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ വഴി ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും വ്യക്തമായ തെളിവോടുകൂടി ഈ പെട്രോൾ ജീവനക്കാരെയും അതേപോലെ തന്നെ പോലീസിനെയൊക്കെ ആക്രമിച്ച പ്രതിയെ വളരെ വേഗത്തിൽ ജാമ്യം നൽകി വിട്ടയച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു കാര്യം. ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പെട്രോൾ പമ്പ് ജീവനക്കാരനോട് മദ്യപിച്ച് എത്തിയ ഈ ഒരു പ്രതി സാദിഖ് അവർ മര്യാദയില്ലാതെ പെരുമാറുന്നു, തുടർന്ന് മർദ്ദിക്കുന്നു, പെട്രോൾ പമ്പ് മാനേജർ മർദ്ദിക്കുന്നു. ഇത് വിവരം പറഞ്ഞ് അവിടെ എത്തിയ പോലീസിനോട് അതിക്രമം കാണിക്കുന്നു. പോലീസ് വാഹനം തകർക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഏറെ സാഹസപ്പെട്ടാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അങ്ങനെ പിടികൂടിയ പ്രതിക്കെതിരെ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും PDPP ആക്ട് പ്രകാരം പോലീസ് വാഹനം തകർക്കാൻ ശ്രമിച്ചതിനും അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ചതിനും കേസെടുത്തു. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും 3 ദിവസം മാത്രമാണ് ഇയാൾ ജയിലിൽ കഴിഞ്ഞത്. അതിനുശേഷം ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. അത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യാനും അതേപോലെ തെളിവ് ശേഖരണത്തിനും ഒക്കെ പോലീസ് തയ്യാറെടുക്കുമ്പോഴാണ് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യം നൽകി എന്നുള്ളത്. അതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ, അതായത് പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, PDPP ആക്ട് പ്രകാരമുള്ള കുറ്റം ചെയ്യുക, ഇതൊക്കെ ചെയ്ത പ്രതിക്ക് 3 ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇയാളുടെ ഒരു ക്രൈം ഹിസ്റ്ററി അടക്കം മുൻപ് 3 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പരപ്പനങ്ങാടിയും അതേപോലെ തന്നെ വള്ളിക്കുന്നും കോഴിക്കോടും ഒക്കെ പോലീസ് സ്റ്റേഷനിലായിട്ട് 3 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും പോലീസിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇയാൾ ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ ജാമ്യം ഇയാൾക്ക് ലഭിച്ചത് കേസിൻ്റെ ഗതിയെയും അതേപോലെ പോലീസിൻ്റെ തന്നെ ആത്മവീര്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒന്നാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.